ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്നലത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് ഷെയ്ഡിങ് ബേസിക് മെത്തേഡാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ഡാർക്ക് ചെയ്യുന്ന ലൈറ്റിലേക്ക് ഷെയ്ഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോഴൊക്കെ ഡാർക്ക് ചെയ്യുന്ന ലൈറ്റിലേക്ക് അത് ബ്ലെൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് പല കുട്ടികളും ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലെൻഡിങ് വളരെ നന്നായി ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു പിക്ചറിന് വളരെ ഭംഗി ഉണ്ടാവുള്ളൂ, ആ ഒരു പെർഫെക്ഷൻ പറ്റുള്ളൂ. ഇതിൽ ഞാനിവിടെ 6B ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാളും 8B യൂസ് ചെയ്താൽ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ടാവും. 10B ആകുമ്പോൾ ഇതിനേക്കാളും ഡാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ പിക്ചറിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ പെൻസിലുകളും അതിൻ്റെ ലൈറ്റ് ഡാർക്ക് ഷെയ്ഡിന് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യാണ് ചെയ്യുക. ഇപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത് പെൻസിലായാലും എടുത്താലും നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൈവഴക്കം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് പെൻസിൽ തന്നെ എടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല. അതിൽ ഈ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഡാർക്ക് ചെയ്യുന്ന ലൈറ്റിലേക്ക് നമ്മൾ വരച്ച് നോക്കുമ്പോൾ അത് ബ്ലെൻഡായി വരുന്നുണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം. നമ്മൾ ആ ബ്ലെൻഡിങ് ടൂൾ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ പെൻസിൽ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ആ ഒരു ബ്ലെൻഡിങ് ശൈലി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്രയും നമ്മുടെ സ്കില്ല് കൂട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത് നോക്കിയ ആ പ്രാക്ടീസ് സെക്ഷൻസില്ലേ, ലൈൻസ് വെച്ചിട്ടുള്ളതും 8 വെച്ചിട്ടുള്ളതൊക്കെ നല്ലൊരു ഹാൻഡ് എക്സസൈസാണ്. നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കൈവഴക്കം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഡോട്ട് വെച്ചിട്ടുള്ളത് പലതരത്തിലുള്ള ഡ്രോയിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പല മെത്തേഡ് യൂസ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ എല്ലാം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിപ്പോൾ ഒരു പ്രാവശ്യം ജസ്റ്റ് വരച്ചുകൊണ്ടോ ജസ്റ്റ് കോപ്പി ചെയ്തുകൊണ്ടോ നമ്മുടെ വരയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം നമ്മളത് ഡെയിലി ചെയ്യണം. ഒരു 5-10 മിനിറ്റ് നമ്മളത് ചെയ്ത് മാത്രമേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ 8 വെച്ചിട്ടുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി അത് നല്ല സ്പീഡും തിരിച്ചും മറിച്ചൊക്കെ ആയിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് സെക്ഷനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.